ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി നമ്പർ 2 വിഭവമായ ഓണത്തിൻ്റെ നമ്പർ 2 വിഭവമായ അവിയലാണ്. അപ്പോൾ അവിയലാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സദ്യയിലെ അതുപോലെ തന്നെയുള്ള അവിയൽ ഉണ്ടാക്കാവുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കണ അവിയൽ പോലെ അല്ല കേട്ടോ സദ്യയിൽ അവിയൽ വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അവിയലിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിൽ ഒരു അരമുറി നാളികേരം, അരമുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ജീരകവും ചേർത്ത് അരയ്ക്കുന്നതിന് മുന്നായിട്ട് ആദ്യം തന്നെ ഈ നാളികേരം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് തിരിച്ചെടുത്താൽ മതി. നാളികേരം കുറച്ചുകൂടി ചെറുതായി ഒന്ന് ചതഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാദ്യം ചെയ്തിട്ട് വരാം. ആദ്യം നാളികേരം ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് രണ്ടാമതായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ചതച്ചെടുക്കണം. ഇനി ഈ കൂട്ട്, അതായത് പച്ചമുളക് 3 പച്ചമുളക്, 2 ഉള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 സ്പൂണോളം ജീരകം ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ നാളികേരം ചതച്ച അതേ ജാറിലേക്ക് ഒരു 1/4 സ്പൂണോളം ജീരകവും അതുപോലെ തന്നെ ഈ മിക്സും ഉണ്ടല്ലോ, ഈ മിക്സും ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് നാളികേരം, പിന്നെ അരപ്പും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂണോ വേണ്ട, കുറച്ച് ഒരു 1/4 സ്പൂൺ വേണമെന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായി കൂട്ടി തിരുമണം കേട്ടോ. കൈ വെച്ച് നന്നായി കൂട്ടി തിരുമണം. ഇതാണ് നമ്മൾ അവിയലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അവിയലിലേക്ക് സാധാരണ നമ്മൾ ചെയ്യാറ് നാളികേരവും പച്ചമുളകും എല്ലാം കൂടി കൂട്ടി തിരുമ്പാണല്ലോ. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത്രയും ചതച്ചെടുക്കാൻ പാടുള്ളൂ ശരിക്കും അവിയലിലേക്ക്. പിന്നെ നാളികേരത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് വെച്ചാൽ അവിയൽ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. ഇതിന് കൂടുതൽ നാളികേരം ചേർക്കും ചെയ്യാം. അപ്പോൾ ഇത് പാകത്തിനായിട്ട് അരപ്പ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒരു വലിയ പാത്രത്തിലേക്ക്, ഏകദേശം കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാൻ പോവാണേ. പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം അല്ലെങ്കിൽ കൂടി വന്നൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഇനി കുറച്ച് ഇതിലേക്ക് ഒരു സാധാരണ വെളിച്ചെണ്ണ ഒരു 1/2 സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഈ പച്ചക്കറി വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഈ പച്ചക്കറി കുക്കറിൽ നല്ല വേവിക്കണേ. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ അതേ സദ്യയിലെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. കൂട്ടി ഒന്ന് തിരുമ്മിയ ശേഷം അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നോക്കി വെന്ത് നന്നായി വന്നിട്ട് എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്തുണ്ട്. ചേന വെന്തോ നോക്കിയാൽ മതി. അപ്പം പിന്നെ എല്ലാ കഷ്ണങ്ങളും അധികം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ 2 സ്പൂണ് തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ട്, മാങ്ങയൊന്നുമല്ല. സദ്യയിലൊക്കെ തൈരാണ് സാധാരണ ചേർക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത 2 സ്പൂണോളം 2 ടേബിൾ സ്പൂൺ തൈര് കേട്ടോ, അതാണ് ചേർക്കുന്നത്. പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീ വളരെ കുറച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സ്പൂണോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക. തൈരൊക്കെ ഒന്ന് കഷ്ണങ്ങളിലൊന്ന് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് തൈരിൽ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ ശരിക്കും കറക്റ്റ് പാകത്തിനായി കിട്ടും കേട്ടോ. അല്ലാതെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും ഉപ്പ് ശരിക്കും പിടിക്കില്ല. ഇതൊന്ന് നന്നായി തീ കൂട്ടിയ ശേഷം ഒരു 2 മിനിറ്റോളം മതി. അപ്പോഴേക്കും നമ്മുടെ തൈരൊക്കെ നന്നായി കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് വറ്റിയുണ്ടാവും. അപ്പോൾ തൈരൊക്കെ ശരിക്കും നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായി വറ്റി വന്നിട്ടുണ്ട്. തൈരൊക്കെ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അധികം പച്ചക്കറി കഷ്ണങ്ങൾ അധികം ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ഞാനിതിൻ്റെ മുകളിൽ ആകെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം ഒന്ന് വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് അടച്ചു വെച്ചിട്ട് തീ വളരെ കുറച്ച് പിന്നെ ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നാളികേരം ഒന്നുകൂടി അതിൻ്റെ സ്മെല്ലൊക്കെ പച്ചക്കറിയിലേക്ക് ഒന്ന് ഇറങ്ങണമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരു വാഴയുടെ ഇല വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വാഴയുടെ ഇല വെച്ചിട്ട് ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയുടെ ഇലയുടെ സ്മെല്ലൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങിക്കോളും. ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇലയൊക്കെ ഒന്ന് വാടും ചെയ്യും. നാളികേരത്തിൽ ഇത് അതിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവിയൽ റെഡിയായോ നോക്കാം നമുക്ക്. ഇത് ഞാൻ ഇല വെച്ച ശേഷം ഇതിൻ്റെ മൂടിയും കൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആ എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇല എടുത്ത് മാറ്റി നോക്കാം. ആ നാളികേരം ഒന്ന് ഇപ്പം ഇളക്കി കൊടുക്കാം കേട്ടോ. ഫസ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ നാളികേരം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം രണ്ടാമതൊന്ന് ശരിയായിട്ട് ഇളക്കുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് കൂട്ടുകളുണ്ട്. അതായത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അവസാനത്തെ സീക്രട്ടായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളിയുടെ നീര്, അതായത് ഉള്ളിയുടെ അല്ലെങ്കിൽ സവാളയുടെ നീര് 1 സ്പൂണ് ഇതിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയുടെ നീരാണ്. അതാണ് ഈ അവിയലിലേക്ക് പ്രത്യേക സ്മെല്ല് കൊടുക്കുന്നത്. സദ്യയുടെ അവിയലിലേക്ക് കൊടുക്കുന്ന പോലെ നല്ല സ്മെല്ലാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഉള്ളിയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് തന്നെ വെളിച്ചെണ്ണ, 1 സ്പൂണോ അതിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്വാദായിരിക്കും. അപ്പോൾ ഒരു 1.5 സ്പൂണോളം ഇരിക്കട്ടെ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം എല്ലാം കൂടി ഇനി ലാസ്റ്റത്തെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ എല്ലാം ഇളക്കി കൊടുത്ത ശേഷം ഈ ഇല വെച്ച് മൂടിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഫ്ലേവറാണ് നമ്മളുടെ അവിയലിന് ഉണ്ടാവുക. അപ്പം നമുക്കൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വിഭവമായിട്ട് കാണുന്നവരെ ബൈ.